என்ன பரிமளம் காலைல தூங்க விடாம சும்மா ഏതാണ് ഈ സ്വർണ്ണവേലിന്റെ വീട്? ആരടാ സ്വർണ്ണവേൽ? நான் தான் சார். ഓ നിന്റെ ഫ്രണ്ട്? ஆமா சார், அது அன்னைக்கு சார் நாங்க கல்யாணம் பண்ணதுக்கு முடிவு செஞ்சோம். കല്യാണോ? അന്ന് പൊള്ളാച്ചി, ഇന്നലെ ഇവൻ, ഇപ്പൊ ഇതും. അതൊക്കെ പോട്ടെ, എവന്റെ മാല എവിടെ? என்ன மாலை சார்? மாலைக்கெல்லாம் எதுவுமே கொடுக்கல சார். இல்லையா? இல்ல சார். என்ன சார் சொல்றீங்க நீங்க? பெரிய லட்சாதிபதின்னு சொல்லி நேத்து தான் எனக்கு கல்யாணம் செஞ்சா. ஆனா நைட்ல நீங்க கதவு தட்டும் போது ஐயோ இவ்வளவு பெரிய திருடன் நீங்க தெரிஞ்சது சார். அப்போதுக்கு மான மரியாதை எல்லாம் சார். கவர்னோடா மானம். என்ன இது போய் சொல்ற? நான் ஒண்ணுமே பண்ணல. போய் சொல்றேன் சார். என்ன கருப்பழிச்சிட்டான் சார் இவன். കംപ്ലീറ്റ് നശിപ്പിച്ചാ? ஆமா சார். എന്നിട്ട് നീ എന്താടാ എന്നോട് പറഞ്ഞത്? നീ മാല സമ്മാനിച്ചു, പിന്നെ മാല സമ്മാനിച്ചിട്ടിരിക്കാനായി 60 ഡിഗ്രി കുനിയുമ്പോഴേക്കും പോലീസിന്റെ തട്ട് കേട്ടു. അപ്പൊ നീ ഇറങ്ങി ഓടി അല്ലേടാ? നിന്നെ കണ്ടറിയാൻ കള്ളനാണെന്ന്. என்ன சார் பிரச்சனை? என்னடி நீங்க இருக்க? ഇവൻ തിരുട്ട് റാസ്കൽ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ഇവൻ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുക. 17 കേസിലെ പ്രതിയാണ്. என்ன நாச்சிமுத்து, இவர் சொல்றதெல்லாம் நிஜமாவாடா? நாயே, திருட்டு நாயே, என்னடா இது? லட்சாதிபதி கவுண்டரே, என்னடா பண்ண நீ? ஒண்ணு கொடுத்தா மன்னிச்சுக்கங்க சார், உங்களால இவன் என்ன தெரியுமா பண்ணா சார்? இவனுக்கு மாடு, காரு, மயிறு எல்லாருக்கும் சொன்னியடா? போடுங்க சார், உனக்கு போட்டு தட்டுங்க சார், உள்ள போட்டுங்க. ஏய் திரும்பி வருவாடி பாரு. வாடா வாடா, வந்து ஒத்துக்கு நில்லுடா டேய். എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു നിമിഷം ഇതിനകത്തൊട്ടൊന്ന് കയറ്റി നിർത്തിയിട്ട് ഞാൻ പുറത്തിറക്കി വിട്ടേക്കാം. ആയിക്കോട്ടെ, ഞാൻ അകത്ത് കിടന്നാലേ പാവമണി സാറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവൻ നിങ്ങളെ പോലെ വലിയ ഹോൾഡുള്ള പാർട്ടിയൊന്നും അല്ല. പുറത്തേക്കൊന്നും പോയില്ലേ? ഒരു സുഖം തോന്നിയില്ല, മടിച്ചങ്ങനെ ഇരുന്നു. ഉപ്പ കാലത്ത് വന്നിരുന്നു കൂടെ. ഞാൻ പറഞ്ഞിട്ടില്ലേ മസ്കറ്റുള്ള ഇളയപ്പാന്റെ കാര്യം? ഉപ്പരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇത് കൊച്ചിയിലല്ലേ? വിജി എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ. താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഷമീം, വിവാഹകാര്യം. അതിനേക്കാളും വലിയൊരു കമ്മിറ്റ്മെന്റ് നമുക്കിടയിലുണ്ട്. രണ്ടാളുടെ മരണം. അത് സംഭവിക്കണം. ഓ അത്ര ഉള്ള അതിനെ അധികം കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറി വന്ന ഒരാഴ്ച, അതിനുള്ളിൽ ഓരോ രണ്ടിന്റെയും മയ്യത്തടക്കും. ഓന്റെ ഡ്രൈവറെ നമ്മൾ പൊക്കിയിട്ടുണ്ട്. സന്തോഷം. ഡ്രിങ്ക് അപകടകാരണം ഏതെങ്കിലും വിധത്തിൽ വ്യക്തമായോ സാർ? ഇല്ല, അതിന്റെ അന്വേഷണം ആ വഴിക്കുണ്ടാവാൻ പോകുന്നതേ ഉള്ളൂ. അഴിമതി നടന്നുവെന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഉടൻ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും.
സർ, നമ്മൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന ആ ഫ്ലാറ്റിന്റെ കരാറുകാരൻ മെഹബൂബിന്റെ മിസ്സിസ് ആണ്, സൂര്യപ്രഭ. സിനിമാ താരമാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആരാണ് MD? സോണി വടയാറ്റിൽ. ഓ, അയാളാണോ? എങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഇവിടെ എത്തിച്ചാൽ മതി. എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ സർ? റൈറ്റ്. ശരി സാർ. സർ, എനിക്ക് മെഹബൂബിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ. ഓക്കെ. പാവമണി. സർ, സാരമില്ല, ഇന്ന് വൈകുന്നേരം അമ്പളിക്കും പേര് കിട്ടും. ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട് സോണി സാർ അടുത്തേക്ക് പേപ്പേഴ്സ് വാങ്ങാൻ. വേണ്ട, ഞാൻ കാരണം നിനക്കൊന്നും നഷ്ടപ്പെടണ്ട. നീ പൊയ്ക്കോ. പക്ഷേ നീ ഒന്നോർത്തു, എന്റെ ജീവിതം പഴക്കി നീയാ. നീ ഒറ്റ നിവൃത്തികേടുണ്ട് ഞാൻ നിന്നെ ഓരോന്നിനും നിർബന്ധിച്ചത്. ഞാനൊരു ഭാഗ്യദോഷിയല്ല. കോടികളാ കൊടുത്തു തീർക്കാനുള്ളത്. ഞാനിവിടെ കിടന്ന് ചത്തോളാം. നീ വേണ്ട, ഞാൻ കാരണം ആരും ചാവണ്ട. എനിക്കിവിടെ നിറഞ്ഞല്ലേ വേണ്ടു. ഇറക്കാം. അതിന് ഞാൻ ആർക്കൊക്കെ വഴങ്ങിക്കൊടുക്കണം? പറ മുന്ന. അയ്യോ, ആരാത്? സൂര്യപ്രഭ, എന്റെ കർത്താവ്, ഇതെന്താ കിനാവോ? എടാ സോണിച്ച, ഇങ്ങോട്ട് വന്നേടാ. ആരാ വന്ന് നോക്കിയേ? മോർണിംഗ് വാ, വേവിച്ചനല്ലേ വിളിക്കുന്നേ. എടാ ഇങ്ങ് വാടാ. ആരാ വന്ന് നോക്കിയേ? സൂര്യപ്രഭ. ഇനിയിപ്പൊ നിക്കണപ്പാ. എടി സോണി, ഒരു കാര്യം ഒരു തവണ പറയൂ. ഇന്നിപ്പോ നീ നിന്റെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് എന്നെ കാണാൻ ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. അതിനെനിക്ക് ചിലവായ പണം എത്രയാണെന്നറിയോ? അന്ന് രണ്ടാമത് നമ്മൾ കണ്ടുമുട്ടിയപ്പോ നീ ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പണം മറ്റൊരു വഴി നിന്റെ കയ്യിൽ തന്നെ വന്നേനെ. ഈ ജന്മം മുഴുവൻ നീ നടിയെന്ന നിലയിൽ ഏൺ ചെയ്യുന്നത് ഇതിന്റെ 5% വരില്ല. എത്ര ഈസി ആയിട്ടാ നീ എന്നെ നെഗ്ലക്ട് ചെയ്ത്. 4 സിനിമയിൽ അഭിനയിച്ച നെഗളിപ്പില് ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? കാശുള്ളവനോട് കളിക്കരുത്. ഹലോ, നമ്മുടെ ജ്യോതിയാ. നാളെ വന്നിട്ടുണ്ട്. അവനോട് കയറി വരാൻ പറ. കയറി വരടവേ. ജ്യോതി, കയറി വാടാ. ഇതാകെ വന്നിരിക്കുന്ന നോക്കി. സോണി, പറഞ്ഞു വിടാ അവളെ. ഇതെന്തോ ഒരുമാതിരി പഴഞ്ച സിനിമയെ കാണുന്ന പോലെ ഒരു പെങ്കൊച്ചിനെ വിളിച്ച് മുറിക്കകത്ത് കയറ്റി. അവര് ചെയ്യാനുള്ളത് ചെയ്യട്ടെ, പറയാനുള്ളത് പറയട്ടെ. അവർക്ക് കഥ ചെയ്യാലോ. അങ്ങനെ വേറെ ഒരു പെണ്ണല്ല അവൾ എനിക്ക്. ഒരിക്കൽ ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ പെണ്ണ. പക്ഷെ കേട്ടാൻ പറ്റിയില്ല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ ഇവൾ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു. നീ എന്തുവാടാ പറയുന്നത്? ഒരുത്തനെ കെട്ടി കൂടെ കഴിയുന്ന ഒരു പെണ്ണ് ഇനി അവൻ എത്ര വൃത്തികെട്ടവനാണെങ്കിലും മറ്റൊരുത്തൻ വിളിച്ചാൽ കൂടെ കയറി കിടക്കാൻ തയ്യാറാകാത്തത് കുറ്റമാണോ? അങ്ങനെ വെറും മറ്റൊരുത്തനല്ല അവക്ക് ഞാൻ. ആണോടി? അവള് പറയട്ടെ. സോണി സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. അന്നും ഇന്നും ആദ്യം കൊത്തിച്ച് മനസ്സിലാക്കിയിട്ടില്ല. സോണി, നീ അത് പറയരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇവളെ കെട്ടിയനെ. ഇനി നിന്റെ അപ്പനല്ല വേറെ ആരെതിർത്താലും. പണ്ട് നീ ഇവളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇവളെ നിനക്ക് പലതും തന്നു. എന്നിട്ട് നിനക്ക് സൗകര്യമില്ലെന്നായപ്പോ നീ തന്നെ ഇവളെ വേണ്ടെന്ന് വെച്ചു. ഇനി നിനക്ക് ഇവളുടെ പുറത്ത് എന്ത് അവകാശമാണോ ഉള്ളത്? എടാ അവരെ പാട്ടിന് വിട്. നമ്മളായിട്ട് എന്തിനാ അതിൽ ഇടപെടുന്നത്? ബേബിച്ച, കൂടെ കിടക്കുന്നത് പെണ്ണാണെന്ന് മാത്രം അറിഞ്ഞാ പോരാ. കുറഞ്ഞ പക്ഷം അവൾ എങ്ങനെ അവിടെ എത്തിയെന്നും കൂടെ അന്വേഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ ഊട്ടിയിലും ബാംഗ്ലൂരും പഠിക്കുന്ന ഓരോ മക്കള്? കൈയെ കാശുള്ള കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരൊന്നും മനസ്സ് വെച്ചാൽ അവളുമാരും ഇതുപോലെ ഏതെങ്കിലും ഹോട്ടൽ മുറി കയറി ഇരിക്കും. മക്കളെ പറഞ്ഞപ്പോ തന്നെ കൊണ്ടുവല്ലോ. ഈ പെമ്പിള്ളാർക്ക് 25,000-നും 50,000-നും കയറി വന്ന് ഗുസ്തി കാണിക്കുന്നത് സൽമാൻ ഖാനെയും ഷാറൂഖ് ഖാനെയും കണ്ട് ആരാധന മുതലല്ല, ഗതികേട് കൊണ്ടാണോ? നാണോ ഇല്ലടോ ഇതും വെച്ചോണ്ട് ഇറങ്ങാൻ പെമ്പിള്ളാരെ പഠിപ്പിക്കാൻ?